നന്ദാദേവി എന്ന ഹിമവാന്റെ കൊടുമുടിയിൽ നിന്നും ഉത്ഭവിച്ച് ഇന്നത്തെ ഭൂപടത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തരാഞ്ചൽ സംസ്ഥാനത്ത് കൂടി ഒഴുകുന്ന ഭാഗീരഥിയുമായി ചേർന്നുകൊണ്ട് പുണ്യഗംഗയ്ക്ക് രൂപം നൽകി. ബദ്രിനാഥന്റെ ബദ്രികാശ്രമത്തിന് വലം വെച്ചൊഴുകുന്ന സുന്ദരിയായ ദേവകന്യക അളകനന്ദ. അളകനന്ദ എന്ന ദേവനദിയുടെ ഉത്ഭവത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കിക്കാണാം. സത്യയുഗത്തിൽ നാട് ഭരിച്ചിരുന്ന ഒരു അസുര ചക്രവർത്തിയാകുന്നു മഹാബലി. അദ്ദേഹം മഹാശിവഭക്തനും കൂടിയായിരുന്നു. അതിനാൽ തന്നെ ഐശ്വര്യം വിളയാടുന്ന സമ്പൽ സമൃദ്ധമായ രാജ്യമായിരുന്നു അസുര രാജാവിൻ്റേത്. അങ്ങനെ ഒരു നാൾ സ്വർഗം കീഴടക്കുവാൻ ബലിയുടെ മനസ്സ് ആഗ്രഹിച്ചു. അങ്ങനെ അയാൾ ദേവലോകം ആക്രമിക്കുകയും സ്വർഗത്തെ പരാജയപ്പെടുത്തുകയും ചെയ്തു. അതിനാൽ തന്നെ ദേവേന്ദ്രനും മറ്റു ദേവഗണങ്ങൾക്കും തങ്ങളുടെ വാസസ്ഥാനം നഷ്ടമായി. അവർ അലഞ്ഞു നടന്നു. ശേഷം ബലി വിശ്വജിത്ത് എന്ന മഹായാഗം നടത്തുവാൻ തീരുമാനിക്കുന്നു. ബലിയുടെ ഈ അഹന്തയും ദേവന്മാരുടെ ഈ ദുരവസ്ഥയും കണ്ട് ഭഗവാൻ നാരായണൻ തൻ്റെ പഞ്ചമ അവതാരമാകുന്ന വാമനനായി അവതരിച്ചു. ഒരു ബ്രാഹ്മണ ബാലകനായ വേഷം ധരിച്ചുകൊണ്ട് യാഗം നടത്താൻ തയ്യാറായി നിൽക്കുന്ന ബലിയുടെ പക്കലെത്തി. യാഗങ്ങൾ നടത്തും കാലത്ത് ബ്രാഹ്മണർക്ക് ദാനം നൽകുക എന്നൊരു പുണ്യകർമ്മം ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ ബ്രാഹ്മണ വേഷത്തിൽ വന്ന ബാലകൻ ബലിയോട് തനിക്ക് 3 അടി മണ്ണ് ദാനമായി നൽകുവാൻ ആവശ്യപ്പെടുകയും അത്യാദരവോടുകൂടി മഹാബലി 3 അടി മണ്ണ് അങ്ങ് അളന്നെടുത്തുകൊള്ളുവാൻ അരുളി. അത് കേട്ടതും ആ ബ്രാഹ്മണ ബാലകൻ ഭീമാകാര രൂപിയായി നിലകൊണ്ടു 1 അടി അളന്നു. അപ്പോഴേക്കും ഭൂമിയും നരകവും മുഴുവനായി ഭഗവാന്റെ കാൽച്ചുവട്ടിലായി. 2ാമതായി സ്വർഗം അളന്നു. 3ാമതായി ബലിയുടെ ശിരസ്സും നൽകി. അങ്ങനെ സ്വർഗം അളക്കും വേളയിൽ ഭഗവാന്റെ ഇടതുകാൽ ഉയർത്തും വേളയിൽ വാമനമൂർത്തിയുടെ പവിത്രമായ ആ പാദങ്ങൾ ബ്രഹ്മദേവൻ വസിക്കുന്ന ലോകമാകുന്ന സത്യലോകത്ത് എത്തി. അപ്പോൾ തൻ്റെ ലോകത്തെ എത്തിച്ചേർന്ന ആ പവിത്രമായ പാദങ്ങൾ ബ്രഹ്മദേവൻ തൻ്റെ കമണ്ഡലുവിൽ നിന്നുള്ള ജലം ശേഖരിച്ചുകൊണ്ട് കഴുകി. ആ പാദങ്ങൾ സൂര്യപഥത്തെയും ചന്ദ്രപഥത്തെയും തഴുകിക്കൊണ്ട് ഒഴുകി. ആ തീർത്ഥങ്ങൾ 4ആയി പിരിഞ്ഞ് ഒഴുകി. അവ പിന്നീട് 4 നദികളായി ഒഴുകുവാൻ ആരംഭിച്ചു. സീത, ചക്ഷു, ഭദ്ര, അളകനന്ദ എന്നിവരായാണ് അവർ ഒഴുകിയത്. സീത കിഴക്കോട്ടും, ചക്ഷു പടിഞ്ഞാറോട്ടും, ഭദ്ര വടക്കോട്ടും, അളകനന്ദ തെക്കോട്ടും ഒഴുകി. അങ്ങനെയാകുന്നു അളകനന്ദ എന്ന സുന്ദര നദി പിറവികൊണ്ടത്. കൂടാതെ അളകനന്ദയുടെ തീരത്ത് ആകുന്നു ധനത്തിൻ്റെ അധിപനാകുന്ന കുബേരൻ്റെ രാജ്യമാകുന്ന അളകാപുരി സ്ഥിതി ചെയ്യുന്നതും.